എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ചായയൊക്കെ ഒന്ന് തിളച്ച് വരാറായിട്ടുണ്ട്. അപ്പോൾ ഇഡലിയായിരുന്നു ഇന്ന് ഉണ്ടാക്കുന്നത്. ഇഡലിയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് തണുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിടാം. അപ്പോൾ ഈ ഇഡലി നമുക്ക് തട്ടിൽ നിന്നും നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ചാൽ ഇളകി വരും. അഥവാ ഇളകി വന്നില്ല എങ്കിൽ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഇഡലി ഇളക്കുന്ന സ്പൂൺ ഉണ്ടല്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളത്തിലൊന്ന് മുക്കും. അപ്പം നന്നായിട്ടൊന്ന് ഇളകി വരും. അതല്ല എങ്കിൽ ഇഡലി തട്ട് അതിൻ്റെ പുറകു വശത്ത് കുറച്ച് പൈപ്പിലെ വെള്ളം തുറന്ന് വിട്ടാലും മതിയേ. അപ്പോൾ നമുക്ക് പെട്ടെന്നത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചായയൊക്കെ റെഡി ആയായിരുന്നു. ഞാൻ ചായയൊക്കെ ഒന്ന് ആറ്റിയതിന് ശേഷം ചായയും കൂടെ കുടിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഇഡലി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ മസാല ഇഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ഇഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇന്ന് അവധിയാണ്, ഒരാൾക്ക് ടിഫിൻ കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പം രണ്ടുപേരൂടെ രാവിലെ ഞാൻ പറഞ്ഞ നമ്മുടെ സൊസൈറ്റിയിൽ ഈ ഇരുമ്പമ്പുളിയുടെ മരം നിൽപ്പുണ്ട്. അപ്പോൾ ഇരുമ്പമ്പുളി ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലുള്ളവർക്ക് ഈ നോർത്ത് ഇന്ത്യൻസ് ഒന്നും ഇതെന്തിനാ ഒന്നും അറിയത്തില്ല. അപ്പം പിള്ളേർ പറിച്ചുകൊണ്ട് തന്നെ വാച്ച്മാൻ ചെന്ന് ചോദിച്ചു ഇതെന്തോ പച്ചക്കറിയാണ്, വെജിറ്റബിളാണ്. അപ്പോൾ ഞാൻ കൊച്ചുങ്ങടുത്ത് പറഞ്ഞു കുറച്ച് പോയി പറിച്ചുകൊണ്ട് വാ, നമുക്ക് അച്ചാറിടാന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി ഇരുമ്പമ്പുളി പറിക്കാൻ പോയതാണ്. കറി വെക്കുന്നത് ഈ കുഞ്ഞ് കണ്ണൻ ചെമ്പുണ്ടല്ലേ, അത് ഓൺലൈനിൽ വിളിച്ചത് 1/4 കിലോയേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ഉരുളൻകിഴങ്ങ് കൂടെ ഇട്ട്. അപ്പോൾ ഈ കണ്ണൻ ചെമ്പൊക്കെ ചൊറിയാതിരിക്കാൻ ഒരു കഷ്ണം തോട്ടുപുളി ഞാൻ അതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് കുക്കറിലൊന്ന് വിസിലടിച്ചെടുക്കട്ടെ. ചില ചേമ്പ് ചൊറിയും, അതുകൊണ്ട് ഈ പുളി ഇട്ടാൽ അങ്ങനെ ചൊറിച്ചിലുണ്ടാകത്തില്ലെന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ അത് അടപ്പത്ത് വെച്ചിട്ട് പിന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചായിരുന്നു. ഉച്ചയ്ക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഡാഡിക്ക് ചപ്പാത്തിയാണ് ഉച്ചയ്ക്ക് വേണ്ടിയത്. അപ്പോൾ ഒരു 4-5 ഞങ്ങൾ ചപ്പാത്തി ആക്ച്വലി ഒരു മഹാരാഷ്ട്ര ആൻറ്റിയുടെ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ആൻറ്റി ഇപ്പം 2 ദിവസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഉണ്ടാക്കുക. ആൻറ്റി ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ 7 അയലക്കത്ത് പറ്റത്തില്ല എൻ്റെ ചപ്പാത്തി. ഞാനുണ്ടാക്കുന്ന ചപ്പാത്തിക്ക് ഷേപ്പും ഇല്ല, ഒന്നുമില്ല. പുള്ളിക്കാരി ഉണ്ടാക്കുന്നത് നല്ല കറക്റ്റ് പെർഫെക്റ്റ് റൗണ്ടായിട്ട് തിന്നാനും എന്തോട്ട് വെച്ചാൽ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ചേമ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ ആ പുളി എടുത്തങ്ങ് മാറ്റി, എന്നിട്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ചട്ടിയിലേക്കിട്ട് മാറ്റിയിട്ട് ഇച്ചിരി തേങ്ങയും ജീരകവും 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. ചിലർ ഇതിലൊരു പുളിക്ക് വേണ്ടി കുറച്ച് തൈര് ഉടച്ച് ചേർക്കും. അപ്പം ഞാനിതിന് ഈ പുളി ചേർത്തതുകൊണ്ട് നല്ല പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ മോരൊന്നും ചേർത്തില്ല. അപ്പോൾ ആ അരപ്പൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ കടുകൂടെ വറുത്ത് ചേർത്താൽ മതി. നല്ല അടിപൊളി കറിയായിരുന്നു. തണുത്തപ്പോൾ കുറേയും കൂടെ അങ്ങ് തിക്കായി. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഇവിടെ ഇതിന് അറേബി എന്നാണ് പറയുന്നത്, കുഞ്ഞ് ചേമ്പിൻ ഇതിന്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.